പിണറായി വിജയനിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞിരുന്നത്. പിണറായി വിജയൻ വിജയിച്ചു വരുമ്പോൾ പിണറായി വിജയൻ അതുവരെ പിണറായി വിജയനെതിരെ ഉയർത്തിയിരുന്ന എല്ലാ വിമർശനങ്ങളും പിന്നീട് പൂക്കളായി വീഴുന്നതാണ് കണ്ടത്. സുജയ, 2019 ഞാൻ ഓർമ്മിക്കുന്നു, അന്ന് ഞാൻ മറ്റൊരു ചാനലിലാണ്. അന്ന് BJP നേതാക്കളും കോൺഗ്രസ് നേതാക്കളും വന്ന് പിണറായി വിജയൻ പരാജയപ്പെടുമെന്ന് എഴുതി ഉറപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് സ്റ്റുഡിയോ ഫ്ലോറിൽ നിന്ന് പോകുന്നത്. അതിന് കാരണമായി പറഞ്ഞത് അഴിമതിയുടെ ഗർത്തത്തിൽ ചെളിക്കുണ്ടിൽ വീണിരിക്കുന്നു, പ്രിൻസിപ്പൽ സെക്രട്ടറി പിടിച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നു, അടുത്തതായിട്ട് ജയിലിൽ കിടക്കാൻ പോകുന്നത് പിണറായി വിജയനാണെന്ന് പറഞ്ഞു, മകളാണെന്ന് പറഞ്ഞു, ലൈഫ് മിഷൻ്റെ ശാപം കിട്ടുമെന്ന് പറഞ്ഞു. ഈ പറഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ചെമ്പ് ബിരിയാണി കടത്തടക്കമുള്ള വിഷയങ്ങളുണ്ടല്ലോ, ഇതെല്ലാം ഉന്നയിച്ചിട്ട് ഫ്ലോറിൽ നിന്ന് ഒരു നേതാവ് പറഞ്ഞെന്താണെന്നറിയോ, 30 സീറ്റുകൾ പിടിച്ച് ഈ കേരളത്തിൽ അധികാരം കിട്ടുമെന്ന് പറഞ്ഞിട്ട് 2 ഇടത്തെ ഹെലികോപ്റ്ററിൽ പറഞ്ഞ് സഞ്ചരിച്ചു. പേര് കെ സുരേന്ദ്രൻ, പാർട്ടിയുടെ പേര് BJP. നിലം തൊട്ടില്ല, വട്ടപൂജ്യമായി പാർട്ടിയുടെ പൊസിഷൻ. അന്നെന്താ പറഞ്ഞത്? പാർട്ടി തൊലഞ്ഞു, ഈ സർക്കാർ മുടിഞ്ഞു, ജനങ്ങൾ വലഞ്ഞു. മുടിഞ്ഞു, തൊലഞ്ഞു, വലഞ്ഞു. ഈ 3 കാര്യങ്ങൾ ഇത് പറഞ്ഞത് 2019 2019 അതിനുശേഷം 2021 ആകുമ്പോഴേക്കും സർക്കാർ അധികാരത്തിൽ തിരിച്ചു വന്നു. അത് ശരി. അതിനിടയിൽ കോവിഡ് വന്നു, കരുതൽ വാർത്താ സമ്മേളനം വന്നു. അത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ലല്ലോ. അതായത് കോവിഡ് സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ? പ്രളയം വന്നപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ? നിപ്പ വന്നപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ? പിന്നെന്താ വ്യത്യാസം? ഇപ്പോൾ പാർട്ടി തകർന്നടിച്ചപ്പോഴും അത് പാർട്ടി തകർന്നടിഞ്ഞു. ഈ മുഖ്യമന്ത്രിയെ തിരുത്താൻ പാർട്ടിക്ക് ശേഷിയില്ല എന്നാണ് നേതാക്കൾ ചാനൽ ചർച്ച ചെയ്തെന്ന് ചോദിച്ചത്. അന്നും ഇതേ ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷേ ഒടുവിൽ 2021 വിധി വരുമ്പോൾ തിരിച്ചാണ് വിധി വരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഈ സർക്കാരിന് കുഴപ്പമില്ലെന്നല്ല. നിങ്ങൾ ഈ ചർച്ച ചെയ്യുന്നത് കേട്ടാൽ തോന്നും ഈ സർക്കാർ, ഈ പാർട്ടി ഇതിനെ വിലയിരുത്തിയിട്ടില്ല എന്നാണോ നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. Instances of arrogant behavior of cadres from top to bottom are alienating people from the party. So that's a general statement. അത് കേന്ദ്ര കമ്മിറ്റി തന്നെ പറഞ്ഞു നോക്കൂ, അത് തന്നെയല്ലേ ഉണ്ണി ബാലകൃഷ്ണൻ ഒരു കേഡർ പാർട്ടി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു സംശയം അവിടെയാണ് ആ കേഡർ പാർട്ടി ചെയ്തിരിക്കുന്നത്. എന്താ? കേന്ദ്ര കമ്മിറ്റി മുതൽ ബൂത്ത് തലം വരെയുള്ള വിമർശനവും സ്വയം വിമർശനവും നടത്തിയതിനു ശേഷം പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്ന ചില നിലപാടുകളുണ്ട്. അവിടെ എന്താ ഇപ്പൊ സുജയ പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ സ്മൃതി പറയാൻ ആഗ്രഹിക്കുന്നത്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യം ഈ തെരഞ്ഞെടുപ്പിൽ പരാജയത്തിലേക്ക് നയിച്ചു എന്നൊരു ഏകീകരണ സമവാക്യത്തിലേക്ക് പാർട്ടി എത്തിയിട്ടില്ല. അല്ലല്ല, പാർട്ടി എത്താത്തിടത്ത് നോക്കൂ, അത് പാർട്ടി വിലയിരുത്തിയ കാര്യമല്ലേ? പാർട്ടി സെക്രട്ടറിക്ക് പറയാൻ പറ്റൂ. പാർട്ടി സെക്രട്ടറിയുടെ നിന്ന് ശ്രീജിത്ത് ചോദിച്ചില്ലേ മുഖ്യമന്ത്രിയുടെ കാര്യം? അങ്ങനെ വിലയിരുത്തിയിട്ടില്ല പാർട്ടി. EP ജയരാജൻ പങ്കെടുക്കാത്ത പാർട്ടി യോഗത്തിന്റെ മിനിറ്റ്സ് ഇതാണെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്ത ആൾക്കാർ നമ്മുടെ ഡെയിലിയിലെ, നമ്മുടെ ചാനലല്ല എങ്കിൽ പോലും അതല്ലേ പ്രതീതി നിർമ്മാണം. ആ പ്രതീതി നിർമ്മാണത്തിലൂടെ എന്താ സൃഷ്ടിക്കാൻ പോകുന്നത്? ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ജനവിരുദ്ധനായിട്ടുള്ളൊരു നേതാവാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഒരു വിഭാഗം ശ്രമിക്കുന്നു. തീർച്ചയായിട്ടും അതിലൊരു ഘടകമുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പരാജയത്തെ പിണറായി വിജയനിലേക്ക് കേന്ദ്രീകരിക്കുന്നത് അമിതമായ ലളിതവൽക്കരണമാണ്. ആ അമിതമായ ലളിതവൽക്കരണം എന്നുള്ളത് ഒരു കേഡർ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതല്ല പാർട്ടിയുടെ ശൈലി. അതാണ് ആ പാർട്ടി ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പക്ഷേ കോൺഗ്രസിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. കോൺഗ്രസ് വരുമ്പോൾ കൂടോത്രം വെച്ച് പരിഹരിക്കാൻ കഴിയും. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുമ്പോൾ വിശദമായ വിമർശനമാണ് ആ പാർട്ടിക്ക് ആവശ്യമുള്ളത്. സ്മൃതി, ആ ആത്മവിമർശനവും സ്വയം വിമർശനവും എല്ലാ തട്ടുകളിലും നടന്നതിനു ശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി നമ്മളോട് പറയുന്നു ഇതാ ഇന്ന കാര്യങ്ങളിൽ മാറ്റം വരുത്തുന്നു. എന്നാൽ അതേസമയം അമിതമായ ലളിതവൽക്കരണത്തിലൂടെ മുഖ്യമന്ത്രിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിമർശിക്കുന്നത് ഒരു കലഗോലു സിദ്ധാന്തമാണ് എന്ന് പറയുന്നു. സർക്കാരിന്റെ വീഴ്ചയെ പറ്റി അല്ലെങ്കിൽ സർക്കാരിനെ വിമർശിക്കുന്ന സമയത്ത് സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ തന്നെയാണ് വിമർശനം ആദ്യം വരിക. നോക്കൂ, അവിടെയാണ് ഒരു അപകടം. ഇതിപ്പോൾ സ്മൃതി പറഞ്ഞത് എന്താ? സർക്കാരിനെ നയിക്കുന്നത് മുഖ്യമന്ത്രിയാണ്, ആ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള മന്ത്രിമാരെ മാറ്റില്ല എന്ന് സെക്രട്ടറി പറയുമ്പോൾ ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ആയിട്ടില്ല എന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. വന്നിട്ടുണ്ട്. CPM-ന്റെ വിലയിരുത്തലല്ലേ പറയുന്നത്? CPI-യുടെ വിലയിരുത്തൽ വന്നുകൊണ്ടിരിക്കുക. ഭരണവിരുദ്ധ വികാരം ഒരു ഘടകമായിട്ടുണ്ടെന്ന് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടില്ലേ? അതെ, ആ CPI ഞാൻ ഉദാഹരണം പറയാം. CPI-യിലെ ഒരു മന്ത്രിയാണ് കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദിന്റെ നെൽ കർഷകർക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക കൊടുത്തു തീർത്തിട്ടുണ്ടോ?
ഭരണവിരുദ്ധ വികാരം മുഖ്യമന്ത്രിയുടെ മാത്രമാവുന്നത് എങ്ങനെയാ? അങ്ങനെ പറഞ്ഞില്ലല്ലോ. നോക്കൂ, ആ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുന്നത് എങ്ങനെയാ? ആ പാർട്ടി, ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം, ആ വിഷയത്തിൽ തന്നെയാണ്. കേരള ബാങ്കിൽ നിന്ന് ആ നെൽകർഷകർക്ക് കൊടുക്കാനുള്ള വായ്പാ സംബന്ധമായ കാര്യങ്ങൾ SBIയിലേക്ക് മാറ്റുന്നു. SBIയിലേക്ക് മാറ്റിയപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു കൃത്യമായ പരിധി നിശ്ചയിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഈ CPയുടെ നിർബന്ധത്തിന് വഴങ്ങിയ കേരള ബാങ്കിൽ നിന്ന് മാറ്റിയതിനെ തുടർന്നാണ് ഇപ്പോൾ നെൽകർഷകർക്ക് പണം കിട്ടാത്ത അവസ്ഥയുണ്ടായത്. അതിനാരും ഉത്തരവാദിത്വം പറയും. അപ്പോൾ CPയുടെ വിമർശനം, അതുകൊണ്ടാണ് ഇന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് അത് LDFന്റെ ഘടകത്തിനുള്ളിൽ പറയേണ്ടതാണ്. അതാണ് ആ പാർട്ടിയുടെ രീതി. നമ്മൾ വിചാരിക്കുന്നത് പോലെ നാളെ രാവിലെ എഴുന്നേറ്റ് പിണറായി വിജയനാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ കാരണം എന്ന് കരുതി ചൂട്ടുകറ്റയുമായിട്ട് ഇറങ്ങി കൂടോത്രം നടത്തുന്ന ഒരു പാർട്ടി എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് എൻ്റെ ഉത്തമ ബോധ്യം. ഒരു കാര്യം ഒന്ന് പറഞ്ഞു. Meet the editors.